Today we are going to discuss about the first chapter in biology. What's the name of the chapter? Life Mysteries in Little Chambers. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. ബയോളജി എന്താണെന്ന് അറിയാമോ? എന്താണ് ബയോളജി? It's a study of science or branch of science which deals with life and life process. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, ലൈഫിനെ കുറിച്ചും അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ വൈറ്റൽ പ്രോസസ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോളജി എന്ന് പറയുന്നത്. അല്ലേ? ഇഷ്ടമാണോ ബയോളജി പഠിക്കാനായിട്ട്? നമ്മുടെ ശരീരത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇഷ്ടമാണോ? പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് ഇഷ്ടമാണോ? വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമാണ് ബയോളജി പഠിക്കുന്നത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കേ, സോളാർ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ? എത്ര പ്ലാനറ്റ്സ് ആണുള്ളത്? എത്രയാണ്? 9 ആണോ 8 ആണോ? 2006 വരെ 9 പ്ലാനറ്റ് ആയിരുന്നു, അല്ലേ? ഏത് പ്ലാനറ്റിനെയാണ് നമ്മൾ എടുത്തു മാറ്റിയത്? പ്ലൂട്ടോ. എന്തുകൊണ്ടാണ്? ഇതൊരു ഡ്വാർഫ് പ്ലാനറ്റ് ആണ്, മീൻസ് കുള്ളൻ ഗ്രഹമാണ്, അല്ലേ? എന്തുകൊണ്ടാണ്? എന്താണ് ഈ പ്ലാനറ്റ്സിനെ, നമ്മളെ എർത്ത് ഒഴികെ ബാക്കിയുള്ള എല്ലാ പ്ലാനറ്റ്സിനെ എന്താണ് എർത്തിനെ മാറ്റി നിർത്തുന്നത്? ബാക്കിയുള്ള പ്ലാനറ്റ്സിൽ നിന്നും എർത്തിനെ മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേകത എന്താണ്? പ്രസൻസ് ഓഫ് ലൈഫ്, അല്ലേ? നമ്മുടെ എർത്തിൽ മാത്രമേ ഉള്ളൂ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളുള്ളത്, നമ്മുടെ എർത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് എർത്ത് ബാക്കിയുള്ള പ്ലാനറ്റ്സിൽ നിന്നും പ്രത്യേകമായിട്ട് നിൽക്കുന്നത്, അല്ലേ? പ്രസൻസ് ഓഫ് ലൈഫ് ഉള്ളത് എർത്തിൽ മാത്രമാണ്. ഇനി മറ്റുള്ള പ്ലാനറ്റ്സിൽ എന്താണ് പിന്നെ കാണുന്നത്? ഏലിയൻസ്, അല്ലേ? നമ്മൾ എന്താണ് മറ്റുള്ള പ്ലാനറ്റ്സിൽ കാണുന്നതിനെ പറയുന്നത്? ഏലിയൻസ് എന്നാണ്. കണ്ടിട്ടുണ്ടോ ഏലിയൻസിനെ? കോമിക് ഫിലിംസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ബുക്സിൽ കണ്ടിട്ടുണ്ട്, അല്ലേ? PK എന്നൊരു ഫിലിം കണ്ടിട്ടുണ്ടാവും ചിലരല്ലേ? അതിലൊക്കെ നമ്മൾ ഏലിയൻസിനെ കാണാൻ, കോയി മിൽ ഗയ, അതിലൊക്കെ ഏലിയൻസിനെ കാണാറുണ്ട്, അല്ലേ? അപ്പം ഈ ഏലിയൻസിനെ ആരെങ്കിലും ശരിക്കും കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാ ഒരു കോമിക് ബുക്സിലോ അല്ലെങ്കിൽ ഈ മൂവീസിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ കോയി മിൽ ഗയ, അതുപോലെ PK, അതുപോലുള്ള ഫിലിംസിൽ നമ്മൾ കാണുന്നതാണ് ഏലിയൻസിനെ. അല്ലാതെ നമുക്കിതിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിവരവും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ്. ഇനി ചാൻസ് ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ പ്രസൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഈ എർത്തിൽ മാത്രമാണുള്ളത്. അപ്പോൾ ആ ലൈഫ് മിസ്റ്റീരിയസ് എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് മിസ്റ്റീരിയസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. ആ പ്രസൻസ് ഓഫ് ലൈഫ് മിസ്റ്റീരിയസ് എന്താണത്? കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. അതായത് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവന്റെ എല്ലാ പ്രവർത്തനങ്ങളും കുഞ്ഞറകളിലായിട്ടാണ്, കുഞ്ഞു ബോക്സിലായിട്ടാണ് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ഈ കുഞ്ഞു ബോക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. ഇപ്പൊ സെൽ എന്താണ്? നമ്മൾ പറഞ്ഞു ലൈഫ് മിസ്റ്റീരിയസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. നമ്മുടെ സെല്ലിനെ എന്തായിട്ടാണ് നമ്മൾ കാണുന്നത്? ഒരു കുഞ്ഞു റൂമായിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞു സ്മോൾ ബോക്സ് ആയിട്ടാണ് കാണുന്നത്. ഇനി ഈ വേർഡ് സെൽ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത്? സെൽ എന്ന് പറയുന്നത് ഈ വേർഡ് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സെല്ലാന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സെല്ലയിൽ നിന്നാണ് സെല്ല് ഡിറൈവ് ചെയ്തേക്കുന്നത്. ഇനി എന്താണ് സെല്ലയുടെ മീനിങ്? നമ്മൾ പറഞ്ഞു കുഞ്ഞു ബോക്സുകളാണ്, ബോക്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെല്ലയുടെ മീനിങ് എന്താണ്? സ്മോൾ റൂം. എന്താണ് സെല്ലയുടെ മീനിങ്? സ്മോൾ റൂം. അപ്പൊ സെല്ല് എന്താണെന്ന് മനസ്സിലായല്ലോ? ചെറിയ ബോക്സുകൾ, അതായത് നമ്മുടെ ജീവന്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ചെറിയ ബോക്സുകളാണ്. അതായത് നമ്മുടെ ജീവന്റെ എല്ലാ രഹസ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ചെറിയ ബോക്സുകളാണ് സെല്ലുകൾ. ഈ സെൽ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സെല്ലായിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി അല്ലെങ്കിൽ സ്മോൾ റൂം എന്നാണ്. ഓക്കെ, അപ്പൊ സെൽ എന്താണെന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? എന്താണ് സെല്ല്? സെൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എല്ലാ ജീവനെയും എല്ലാ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് സെല്ലാണ്. സെൽ അല്ലെങ്കിൽ കോശം എന്നാണ് ഇതിന്റെ മലയാളത്തിൽ പറയുന്നത്. എന്താണ് സെല്ലിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്? Cell is the structural and functional unit of all organism. എല്ലാവരുടെയും എല്ലാ ഓർഗാനിസത്തിൻ്റെയും എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ജീവധർമ്മപരവുമായിട്ടുള്ള ഘടകങ്ങൾ, ചെറു ഘടകങ്ങളെയാണ് നമ്മൾ സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത്.
അപ്പൊ സെൽ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സെല്ലയിൽ നിന്നാണ്. ഇതിന്റെ മീനിങ് സ്മോൾ റൂം എന്നാണ്. ഓക്കെ, ഇനി ആരാണ് സെല്ല് കണ്ടുപിടിച്ചത്? അറിയാമോ ആരാണ് സെല്ല് കണ്ടുപിടിച്ചതെന്ന്? റോബർട്ട് ഹൂക്ക്. റോബർട്ട് ഹൂക്ക് ഇൻ 1665 റോബർട്ട് ഹൂക്ക് ആണ് സെൽ എന്നുള്ള വേർഡ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്ക് ആണ്. ഇനി അദ്ദേഹം എങ്ങനെയാണ് സെല്ല് കണ്ടുപിടിച്ചത്? അദ്ദേഹം ഒരു ചെറിയ പ്ലാന്റിന്റെ പുറമേ ഉള്ള തൊലി ഉണ്ടല്ലോ, കോർക്ക് എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്തു. മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കണക്കുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് അല്ല, വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള, അപ്പോൾ ഒരുപാട് ലാഗിങ് ഉണ്ടാവും അതിനകത്ത്. അങ്ങനെ ഒരു മൈക്രോസ്കോപ്പിലാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. എന്താണ് ചെയ്തത്? ഒരു പ്ലാന്റിന്റെ പുറമേ ഉള്ള പുറം തൊലി, അതായത് കോർക്ക് എടുത്ത് എന്ത് ചെയ്തു? മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് ചെയ്യുന്ന ടൈമിൽ അദ്ദേഹം എന്താണ് കണ്ടത്? അദ്ദേഹം വളരെ വണ്ടറായി. എന്താ കാണാൻ പറ്റിയത്? ഈ കോർക്ക് അല്ലെങ്കിൽ ഈ പുറം തൊലി എന്ന് പറയുന്നത് വളരെ ഹണി കോംബിലേക്ക് സ്ട്രക്ചേഴ്സ് കൊണ്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. അതായത് ചെറിയ ഒരു പ്ലാന്റിന്റെ പുറം തൊലി എന്ത് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഹണി കോമ്പ് പോലുള്ള സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ്. മൈക്രോസ്കോപ്പിലൂടെ വീക്ഷിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണ്? ഹണി കോമ്പ് പോലുള്ള ഘടകങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു പുറം തൊലി അല്ലെങ്കിൽ ഈ കോർക്ക് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടു. അതിനുശേഷം അദ്ദേഹം അതിനെ എന്ത് ചെയ്തു? ഇപ്പൊ സെല്ല് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അപ്പോൾ വേർഡ് കൊടുത്തില്ല സെൽ എന്നുള്ളത്. അദ്ദേഹം ഒബ്സർവ് ചെയ്തു, മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തിട്ട് അദ്ദേഹം അതൊരു പേപ്പറിലോട്ട് വരയ്ക്കുകയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഹണി കോംബിലേക്ക് സ്ട്രക്ചേഴ്സ് അടുക്കി വെച്ചതാണ് ആ ഒരു കോർക്ക് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനെയാണ് അദ്ദേഹം എന്ത് പേരിട്ടത്? ആ ചെറിയ ഹണി കോംബിലേക്ക് സ്ട്രക്ചറിനെയാണ് അദ്ദേഹം സെൽ എന്നുള്ള പേര് കൊടുത്തത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 11 കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അന്ന് വരച്ച ചിത്രം, റോബർട്ട് ഹൂക്ക് അന്ന് വരച്ച സെല്ലിന്റെ, അതായത് ആ അന്നത്തെ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിലൂടെ കണ്ട ആ കോർക്കിന്റെ പിക്ചർ, ആ സെല്ല്, അതിൽ കണ്ട ഹണി കോംബിലേക്ക് സ്ട്രക്ചർ, ആ സെല്ലിനെ എടുത്ത് വരച്ചത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 11 കൊടുത്തിട്ടുണ്ട്. റോബർട്ട് ഹൂക്കിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ആ ഫിഗർ, സെല്ലിന്റെ ഫിഗറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ റോബർട്ട് ഹൂക്ക് ആരാണ്? സെല്ല് ഡിസ്കവർ ചെയ്ത പേഴ്സൺ ആണ് റോബർട്ട് ഹൂക്ക്. എന്നാണ്? 1665. സെല്ല് എന്താണ്? നമ്മൾ പറഞ്ഞു, നമ്മുടെ ജീവന്റെ രഹസ്യങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞു ബോക്സുകളെയാണ് നമ്മൾ സെല്ലുകൾ എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. എന്താണ്? സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസം. എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായിട്ടുള്ള ഘടനാപരവുമായിട്ടുള്ള ചെറിയ യൂണിറ്റുകളെയാണ് എന്ത് പറയുന്നത്? സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി റോബർട്ട് ഹൂക്ക് മാത്രമല്ല, ഇനിയും കുറച്ച് സയന്റിസ്റ്റുകൾ കൂടെ ഉണ്ട് സെല്ലുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിച്ചവരും. അതിൽ ഫസ്റ്റ് വൺ ആണ് റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ എന്താണ് കണ്ടുപിടിച്ചത്? അപ്പൊ റോബർട്ട് ഹൂക്ക് സെല്ലിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി റോബർട്ട് ബ്രൗൺ കണ്ടുപിടിച്ചത് ഈ സെല്ലിനകത്തായിട്ട് ഒരു കേന്ദ്രമുണ്ട്. ഈ സെല്ലിന്റെ നടുക്കായിട്ട് ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിനെ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്നൊരു പേര് കൊടുത്തു. അപ്പോൾ സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹൂക്ക് ആണ്. നെക്സ്റ്റ് റോബർട്ട് ബ്രൗൺ എന്താണ് ചെയ്തത്? സെല്ലിനകത്ത് അതിനകത്തുള്ള ഒരു ഓർഗനൽ കണ്ടുപിടിച്ചു. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഓർഗനൽ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന് എന്ത് പേര് കൊടുത്തു? മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്നൊരു പേര് കൂടി കൊടുത്തു. അതാരാണ് ചെയ്തത്? റോബർട്ട് ബ്രൗൺ. ന്യൂക്ലിയസിനെ അപ്പോൾ കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ. റോബർട്ട് ഹുക്ക് സെല്ലിനെ കണ്ടുപിടിച്ചു, റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചു. അടുത്ത സയന്റിസ്റ്റ് ആണ് MJ സ്ലീഡൻ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. MJ സ്ലീഡൻ എന്താണ് ചെയ്തത്? പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ ജീവശരീരവും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആര് കണ്ടുപിടിച്ചു? MJ സ്ലീഡൻ. അപ്പോൾ സെല്ല് റോബർട്ട് ഹൂക്ക് കണ്ടുപിടിച്ചു. റോബർട്ട് ബ്രൗൺ സെല്ലിന്റെ നടുക്കുള്ള ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കണ്ടുപിടിച്ചു. MJ സ്ലീഡൻ എന്താണ് ചെയ്തത്? പ്ലാന്റ് സെല്ലും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാന്റ് ബോഡിയും സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അടുത്ത സയന്റിസ്റ്റിന്റെ പേരാണ് തിയോഡോർ ഷ്വാൻ. അപ്പോൾ തിയോഡോർ ഷ്വാൻ എന്താണ് ചെയ്തത്?
എം.ജി. ശ്ലീഡൻ പ്ലാന്റ്സിന്റെ ബോഡി സെൽസും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോഴേക്കും തിയോഡോർ ഷ്വാൻ എന്ത് ചെയ്തു? അനിമൽസിന്റെ ബോഡിയും സെല്ലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 4 സയന്റിസ്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. 4 സയന്റിസ്റ്റുകൾ എന്തൊക്കെയാണ് ചെയ്തത്? റോബർട്ട് ഹുക്ക് ഇൻ 1665 സെല്ലിനെ കണ്ടുപിടിച്ചു. എന്ത് വെച്ചിട്ടാണ് സെല്ലിനെ കണ്ടുപിടിച്ചത്? ഒരു പ്ലാന്റിന്റെ കോർക്ക് എടുത്തു. ആ കോർക്ക് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തപ്പോൾ ഹണി കോംബ് ലേക്ക് സ്ട്രക്ചേഴ്സ് അദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റി. ഇങ്ങനെ ഹണി കോംബ് ലേക്ക് സ്ട്രക്ചേഴ്സ് അടുക്കി അടുക്കി വെച്ചിട്ടാണ് കോശങ്ങളെ നിർമ്മിച്ചിരിക്കുന്നതെന്ന്, പ്ലാന്റ്സിനെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിന് അദ്ദേഹം എന്ത് പേര് കൊടുത്തു? സെൽ എന്നൊരു പേര് കൊടുത്തു. അതിനുശേഷം റോബർട്ട് ബ്രൗൺ എന്തു ചെയ്തു? ഈ സെല്ലിന്റെ നടുക്കായിട്ട്, ഏകദേശം നടുക്കായിട്ട് ഒരു കേന്ദ്രമുണ്ട്. അതാണ് ഈ സെല്ലിലെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇനി അദ്ദേഹം അതിന് എന്ത് പേരാണ് കൊടുത്തത്? ന്യൂക്ലിയസ്. അടുത്തത് എം.ജി. ശ്ലീഡൻ അപ്പോൾ എന്ത് ചെയ്തു? പ്ലാന്റ്സിന്റെ ബോഡി എടുത്ത് നോക്കി, സസ്യ ശരീരം എടുത്ത് നോക്കി. സസ്യശരീരം എടുത്ത് നോക്കിയപ്പോൾ സസ്യശരീരത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? സെല്ലുകളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ പ്ലാന്റ്സിന്റെ ബോഡിയും മേഡപ്പ് ഓഫ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുകൾ കൊണ്ടാണ്. അടുത്ത സയന്റിസ്റ്റ് ആണ് തിയോഡോർ ഷ്വാൻ. തിയോഡോർ ഷ്വാൻ എന്താണ് ചെയ്തത്? അനിമൽസിന്റെ ബോഡി എന്ത് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കി. അങ്ങനെ നോക്കിയപ്പോഴും അതും എന്താണ്? സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അടുത്ത സയന്റിസ്റ്റ് ആണ് റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ എന്താണ് ചെയ്തത്? അപ്പൊ സെല്ലുകളെ കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെ? അപ്പൊ പുതിയ സെല്ലുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇപ്പൊ കുറച്ച് സെല്ലുകൾ ഉണ്ടല്ലോ, ആ സെല്ലുകളിൽ നിന്നാണ്, അതായത് മുമ്പേ എക്സിസ്റ്റ് ചെയ്യുന്ന സെല്ലുകളിൽ നിന്നാണ് പുതിയ സെല്ലുകൾ ഫോം ചെയ്യുന്നതെന്ന് ആര് കണ്ടുപിടിച്ചോ? റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ എന്താണ് കണ്ടുപിടിച്ചത്? നമ്മൾ പ്രീ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെൽ ഉണ്ടാവും, അതായത് മുമ്പേ ഉള്ള ഒരു സെൽ ഉണ്ടാവും. ആ സെല്ലുകളിൽ നിന്നാണ് പുതിയ സെല്ലുകൾ ഫോം ചെയ്യുന്നതെന്ന് റുഡോൾഫ് വിർഷോ കണ്ടുപിടിച്ചു. അപ്പം ഇത്രയും സയന്റിസ്റ്റ് ആണ് സെല്ലുകളെ കുറിച്ചിട്ടുള്ള, അതായത് മൈൽ സ്റ്റോൺസ് എന്നാണ് നമ്മൾ പറയുന്നത്, നാഴിക കല്ലുകൾ എന്നാണ് പറയുന്നത്. ഒരു കോശ സിദ്ധാന്തത്തിന്റെ നാഴിക കല്ലുകളായിട്ടുള്ള കുറെ സയന്റിസ്റ്റുകളാണ് ഇവർ. ആരൊക്കെയാണ്? റോബർട്ട് ഹുക്ക്, റോബർട്ട് ബ്രൗൺ, എം.ജി. ശ്ലീഡൻ, തിയോഡോർ ഷ്വാൻ ആൻഡ് റുഡോൾഫ് വിർഷോ. ഇപ്പൊ സെല്ല് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ? എന്താണ് സെല്ല്? ഒരു ജീവജാലത്തിന്റെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ചെറിയ 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 ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ തിയറി ആണ്. അപ്പൊ സെല്ലിനെ കുറിച്ച് ഒരുപാട് സയന്റിസ്റ്റുകൾ ഒരുപാട് എക്സ്പ്ലനേഷൻസ് കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ എല്ലാ സയന്റിസ്റ്റുകളും നടത്തി കഴിഞ്ഞു. അടുത്തത് നമ്മൾ എം.ജി. ശ്ലീഡന്റെയും തിയോഡോർ ഷ്വാന്റെയും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? എം.ജി. ശ്ലീഡൻ എന്താണ് ചെയ്തത്? പ്ലാന്റ് സെല്ലിന്റെ അല്ലെങ്കിൽ സസ്യ ശരീരത്തിന്റെ ബോഡി, സസ്യ ബോഡി, അതായത് പ്ലാന്റ് ബോഡി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണെന്ന് കണ്ടുപിടിച്ചു. അതോടൊപ്പം തിയോഡോർ ഷ്വാൻ എന്താണ് ചെയ്തത്? അനിമൽസിന്റെ ബോഡിയും സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ എം.ജി. ശ്ലീഡനും തിയോഡോർ ഷ്വാനും കൂടെ ചേർന്നിട്ടാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. അടുത്തത് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സെൽ തിയറിയെ കുറിച്ചിട്ടാണ്. സെൽ തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത്? തിയോഡോർ ഷ്വാനും എം.ജി. ശ്ലീഡനും കൂടെ ചേർന്നിട്ടാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. അവര് മാത്രമല്ല, അവരാണ് ഇതിന്റെ പോയിന്റ്സ് പോസ്റ്റുലേറ്റ് ചെയ്തത്. ബാക്കി എല്ലാ സയന്റിസ്റ്റിന്റെ കണ്ടുപിടുത്തങ്ങളും അവർ സംയോജിപ്പിച്ചിട്ടാണ് ഈ ഒരു കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആരാണ് സെൽ തിയറി കൊണ്ടുവന്നത്, ഫോർമുലേറ്റ് ചെയ്തത്? എം.ജി. ശ്ലീഡനും തിയോഡോർ ഷ്വാനുമാണ് അല്ലെ? അപ്പോ അവരെന്താണ് ചെയ്തത്? ബാക്കിയുള്ള എല്ലാ സയന്റിസ്റ്റിന്റെയും കണ്ടുപിടുത്തങ്ങളും കൂടെ ചേർത്ത് സംയോജിപ്പിച്ചിട്ട് അവരെന്തുണ്ടാക്കി? സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം. ഇതിൽ 2 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ടും ഉള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? എല്ലാ ജീവജാലങ്ങളെയും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. മനസ്സിലായോ? എല്ലാ ജീവജാലങ്ങളെയും നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ 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 ഘടകങ്ങൾ കൊണ്ടാണ്. ആ ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്നത്, അത് നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, ആ ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോശങ്ങൾ അല്ലെ? അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ് സെൽ തിയറിയിലെ? ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ജീവജാലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ 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 ഘടകങ്ങൾ കൊണ്ടാണ്. ഈ ഘടകങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സെൽ അല്ലെങ്കിൽ കോശം. അടുത്ത പോയിന്റ് എന്താണ്? സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസം. എന്താണ് ഇതിന്റെ മലയാളം? കോശങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായിട്ടുള്ള ബേസിക് യൂണിറ്റുകളാണ്.
കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് പോസ്റ്റ്ലേറ്റ്സ് ആണ് തിയോഡർ ഷ്വാനും MJ സ്ലീഡനും ചേർന്ന് ഫോർമുലേറ്റ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോശ സിദ്ധാന്തം? 2 പോയിന്റ്സ് ആണുള്ളത്. 2 പോയിന്റ്സ് ഏതൊക്കെയാണ്? ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ജീവജാലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസം. എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അല്ലെങ്കിൽ ഘടനാപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റുകളാണ് എന്ത്? സെൽ അല്ലെങ്കിൽ കോശങ്ങൾ എന്ന് പറയുന്നത്. ഈ 2 പോയിന്റ്സ് ആണ് ഇവർ പോസ്റ്റ്ലേറ്റ് ചെയ്തത്, ഇവർ ഫോർമുലേറ്റ് ചെയ്തത് സെൽ തിയറിയിൽ പറയുന്നത്. മനസ്സിലായോ? ഇതാണ് സെൽ തിയറി. ഇനി സെൽ തിയറിയുടെ ഫംഗ്ഷൻ, നമ്മൾ സെൽ തിയറി പറഞ്ഞു. സെല്ലിന്റെ ഫംഗ്ഷൻസ് എന്താണ്? സെൽ തിയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസം. ഇനി എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആകെ 3 എണ്ണമേ കൊടുത്തിട്ടുള്ളൂ. ഇത് മാത്രമല്ല, സെല്ലിന് ഒരുപാട് ഫംഗ്ഷൻ. ഫസ്റ്റ് വൺ, ഇറ്റ് റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. അപ്പൊ സെല്ല് നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വളരെ ബേസിക് യൂണിറ്റുകൾ, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന വളരെ ബേസിക് യൂണിറ്റുകളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ചുമര് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ചെറിയ 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 ബ്രിക്കുകൾ വെച്ചിട്ടാണ് അല്ലെ, കട്ടകൾ വെച്ചിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയും അതുപോലെ കട്ടകൾ അടുക്കി 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 വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കട്ടകളെയാണ് നമ്മുടെ ബോഡിയിൽ എന്ത് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. ഈ സെല്ലിനകത്ത് ഒരുപാട് ഓർഗനൽസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്മോൾ റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനെ ഒരു സെല്ലായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ബ്രദർ, സിസ്റ്റർ, അങ്ങനെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. അവർക്കെല്ലാം നമ്മുടെ വീട്ടിൽ ഓരോ പെർട്ടിക്കുലർ റോളും ഉണ്ടാവും അല്ലെ. ഈ റോൾസിനുള്ളതുപോലെ, ഈ റോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പോലെ, നമ്മുടെ വീട്ടിൽ കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ സെല്ലിനകത്തും ഒരുപാട് ഓർഗനൽസ് ഉണ്ട് ഇത്തരത്തിലുള്ള ഓരോ റോൾസും ചെയ്യാനായിട്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ സെൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സെൽ തിയറിയും പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് സെൽസിന്റെ ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ, ഇറ്റ് റെസിസ്റ്റ് ദ എൻട്രി ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ്. എന്ന് വെച്ചാൽ എന്താണ്? ഫോറിൻ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തുനിന്ന്, ഇപ്പൊ തന്നെ നമ്മൾ കൊറോണ വൈറസിനെ കുറിച്ച് അറിയാം അല്ലെ. കൊറോണ വൈറസ് ആണ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ ഈ ഒരു വൈറസിന്റെ പ്രശ്നം കൊണ്ടല്ലേ. അപ്പോൾ ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്? പുറത്തു നിന്നാണ് അല്ലേ. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? ഒരു ഫോറിൻ പാർട്ടിക്കിൾ ആണെന്ന് പറയാം. ആന്റിജൻ ആണ്. അതൊക്കെ വലിയ ക്ലാസ്സിലാകുമ്പോൾ പഠിക്കും. ആന്റിജൻ എന്ന് പറയുന്നത് നമ്മുടെ പുറത്തുനിന്ന് ഏത് സബ്സ്റ്റൻസും നമ്മുടെ ബോഡിയിലോട്ട് ചെന്നാലും അതിനെ നമ്മൾ ആന്റിജൻ എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്താണോ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ നമ്മൾ ആന്റിബോഡി എന്ന് പറയും. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ വൈറസ് ബാധിക്കുന്നത്? ഈ ആന്റിജൻ നമ്മുടെ ബോഡിയിലോട്ട് കയറുമ്പോൾ ആന്റിബോഡി ഇതിനെതിരായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ഇവർ തമ്മിലൊരു വാർ നടക്കും, ഒരു യുദ്ധം നടക്കും. അതിൽ ആരാണോ ജയിക്കുന്നത്, വൈറസ് ആണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ വൈറസ് കയറി നമ്മൾ ഇൻഫെക്റ്റഡ് ആവും. ഇനി അതല്ല, നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡി ഉൽപ്പാദിപ്പിച്ചതാണ്, ആ റെസിസ്റ്റ് ചെയ്ത പാർട്ടിക്കിൾ ആണ് വിജയിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് അസുഖം വരത്തില്ല. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, നമുക്ക് എപ്പോഴും അസുഖങ്ങൾ വരുന്നില്ലല്ലോ. ഇപ്പൊ പോലും ഒരുപാട് പേര് കൊറോണ വൈറസ് അഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊക്കെ വന്നിട്ടുണ്ടോ? ഒരുപാട് പേർക്ക് വന്നിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് വരാത്തത്? അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പനി വരാത്തത് എന്താണ്? അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ നമുക്കിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അസുഖങ്ങൾ വരാത്തത് എന്താണ്? എന്തുകൊണ്ടാണ്? ഇതുപോലെ നമ്മുടെ ബോഡിയിൽ റെസിസ്റ്റ് ചെയ്യാൻ ഒരു കപ്പാസിറ്റി നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഫോറിൻ പാർട്ടിക്കിൾസിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് എപ്പോഴും അസുഖങ്ങൾ വരാത്തത്. അപ്പൊ അതിനെ ആരാണ് സഹായിക്കുന്നത്? ഈ സെല്ലുകളാണ് സഹായിക്കുന്നത്. അപ്പൊ സെല്ല് എന്തിനാണ് സഹായിക്കുന്നത്? ഇറ്റ് റെസിസ്റ്റ് ദ എൻട്രി ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ്. അതായത് പുറത്തുനിന്ന് വരുന്ന സബ്സ്റ്റൻസിനെ നമ്മുടെ ബോഡിയിലോട്ട് കയറാതെ റെസിസ്റ്റ് ചെയ്യാൻ, എതിർത്ത് നിൽക്കാൻ ആരാണ് സഹായിക്കുന്നത്? സെല്ലുകളാണ് സഹായിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് റെസിസ്റ്റ് ദ എൻട്രി ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ്. അന്യവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലോട്ട് കയറാതെ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് ആരാണ്?
സെല്ലുകളാണ് അല്ലെങ്കിൽ കോശങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ, ഇതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ, ഇറ്റ് റിലീസ് ദ എനർജി ഓഫ് ന്യൂട്രിയൻസ്. നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാറില്ലേ, അതായത് കാർബോഹൈഡ്രേറ്റ്, ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാറുണ്ട്, പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണം കഴിക്കാറുണ്ട്, ഫാറ്റ്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ ഭക്ഷണമെല്ലാം അതുപോലെ തന്നെയാണോ നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യുന്നത്? അല്ല അല്ലെ, വളരെ ചെറിയ 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 കമ്പോണൻസ് ആക്കി മാറ്റും, ന്യൂട്രിയൻസ്, നമ്മുടെ ബോഡിയിലെ ന്യൂട്രിയൻസ് ആക്കി മാറ്റും. ഇനി ഈ ന്യൂട്രിയൻസിനെ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്? ത്രൂ ദീസ് സെൽ. അപ്പൊ സെൽസ് എന്തിനാണ് സഹായിക്കുന്നത്? ഈ പോഷക ഘടകങ്ങളെ നമ്മുടെ ബോഡിയിൽ പല പാർട്ടിലോട്ടും എത്തണം അല്ലെ. ഏതെങ്കിലും ഒരു പാർട്ടിൽ മാത്രം നമ്മൾ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ മാത്രമാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള ഈസോഫാഗസിൽ മാത്രം, അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ മാത്രമാണോ ഇരിക്കുന്നത്? അല്ല, നമ്മുടെ ബോഡിയിൽ ഡിഫറെന്റ് പാർട്സിലോട്ട് ഈ ഫുഡ് എത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട്, അങ്ങനെ എനർജി, നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി, ഊർജം കിട്ടാനായിട്ട് എനർജി റിലീസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ത്രൂ ദീസ് സെൽ, ഈ സെല്ലുകളിൽ കൂടിയാണ്. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? റിലീസ് ചെയ്യാൻ, എനർജി റിലീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ പാർട്ടിക്കിൾസിനെ നമ്മുടെ ബോഡിയിലോട്ട് എൻട്രി ചെയ്യാതെ ഇതിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, സെല്ല് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് ഫംഗ്ഷൻ എന്താണ്? സിന്തസിസ് ഓഫ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? അത് വലിയ ക്ലാസ്സിലാകുമ്പോൾ പഠിക്കും എന്താണ് ബയോമോളിക്യൂൾസ് എന്ന്. അതായത് നമ്മുടെ ബോഡിയിൽ എല്ലാ ആക്ടിവിറ്റീസും നടത്താൻ വേണ്ടിയിട്ട് ചെറിയ 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 കെമിക്കൽ സബ്സ്റ്റൻസുകളെ, രാസപദാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അമിനോ ആസിഡ് ഒക്കെ പോലുള്ള രാസപദാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, അത്തരത്തിലുള്ള ബയോമോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ഈ സെല്ലുകളാണ്. അപ്പൊ 3 ഫംഗ്ഷൻ ആണ്, പ്രധാനമായിട്ടും 3 ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് റെസിസ്റ്റ് ദ എൻട്രി ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ്. അന്യ വസ്തുക്കളെ നമ്മുടെ ശരീരത്തിൽ കയറാതെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? സെല്ലുകളാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് റിലീസ് ദ എനർജി ഓഫ് ന്യൂട്രിയൻസ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോഷക ഘടകങ്ങൾ, അതിൽ നിന്നുള്ള എനർജിയെ റിലീസ് ചെയ്ത് എല്ലാ ബോഡി പാർട്സിലോട്ടും എത്തിക്കാനായിട്ട് സെല്ലുകൾ സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? സിന്തസിസ് ഓഫ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് എന്താണ് നമ്മൾ പറഞ്ഞു? ചെറിയ ചെറിയ കെമിക്കൽ സബ്സ്റ്റൻസുകളാണെന്ന് പറഞ്ഞു. നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ചെറിയ ചെറിയ കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് ബയോമോളിക്യൂൾസ്. ഇത്തരത്തിലുള്ള ബയോമോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? സെല്ലുകൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ സെൽ എന്താണെന്ന് മനസ്സിലായി, സെൽ തിയറി എന്താണെന്ന് മനസ്സിലായി. അത് പുട്ട് ഫോർവേഡ് ചെയ്തത് ആരാണെന്ന് 2 സയന്റിസ്റ്റുകളുടെ പേര് പറഞ്ഞു. ഇനി എന്താണ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് മനസ്സിലായി.